ഹൃദയപൂർവ്വം 10 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് ഒന്നിക്കുന്ന മറ്റൊരു ചിത്രം കൂടി വന്നു. തീരെ അമിത പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇന്ന് രാവിലെ സിനിമയ്ക്ക് പോയത്. കാരണം ഒരു സത്യനന്ദിക്കാട് ഒരു ടിപ്പിക്കൽ ചിത്രമായിരിക്കാം. ഇത് കഴിഞ്ഞ 2 പടങ്ങളും മോഹൻലാലിന് ഒരു ഹിറ്റ് സമ്മാനിച്ചിരുന്നു. എമ്പുരാനും തുടരും. ആ ഒരു ഹിറ്റ് തുടർച്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സാധാരണ ഒരു ആവറേജ് ഫിലിം കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പക്ഷെ ഇത് മറ്റൊരു ഹിറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്. കാരണം ഇതിനകത്തൊരു മികച്ചൊരു ഫാമിലി മൂവിയാണ്. നല്ല ഇമോഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ ഇമോഷൻസ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമഡി നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. ഒരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണിത്. ഫാമിലി പ്രേക്ഷകർ തീർച്ചയായും ഏറ്റെടുക്കുമെന്ന് നിസ്സംശയം പറയാം. പാച്ചവും അത്ഭുത വിളക്കും എന്ന വിജയ ചിത്രം സമ്മാനിച്ച അഖിൽ സത്യനാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ വരുന്ന ചിത്രങ്ങളിൽ നിരവധി താരങ്ങളെ കൊണ്ട് നിറയാറുള്ള പോലെ തന്നെ ഈ സിനിമയിലും ഒത്തിരി പേരെ കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. പണ്ട് മുതലേ ഒത്തിരി കോമഡി ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ തന്നെ മോഹൻലാലുമായുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് സംഗീത് പ്രതാപിന്റെ ഒപ്പവും ഈ സിനിമയിലും സംഗീതം വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കം മുതൽ ഇന്റർവെൽ വരെ നല്ലൊരു പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്റർ ഒന്നാകെ ചിരി പടർത്തിക്കൊണ്ടിരുന്ന നിരവധി നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റർവെലിന് ശേഷം ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പതിവ് സത്യനന്ദിക്കാടിൽ പടങ്ങളിൽ പോലെ ഒരു ഫ്ലാഷ് ബാക്കോ ഒരു കഥയോ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. ആ സമയത്ത് നമുക്ക് സിനിമയ്ക്ക് വേണ്ട ഒരു ലാഗ് തന്നെയാണ്. പക്ഷെ എല്ലാവരും തൃപ്തിപ്പെടുത്തണമെന്നില്ല. പക്ഷെ വീണ്ടും ക്ലൈമാക്സിലേക്ക് അടുക്കുന്തോറും പടം അതിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വരികയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് എടുക്കുമ്പോൾ പല സീനുകളും നമുക്ക് ക്ലീശയായി തോന്നാറുണ്ട്. ഇതിലും അതുപോലുള്ള ക്ലീശ സീനുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു സർക്കാസ്റ്റിക് ആയ രീതിയിലോ ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിലോ പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതുപോലെ ഓരോ സീനുകളെയും ക്ലീശ സീനുകളെ എങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെന്ന് സത്യനന്ദിക്കാട് നല്ല രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. പഴയകാല ആണെങ്കിൽ കൂടി ഇപ്പോഴും അദ്ദേഹം അപ്ഡേറ്റഡ് ആണെന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ സിനിമ. ടീസറും ട്രെയിലറും ഇറങ്ങിയപ്പോൾ മാളവിക മേനോനും മോഹൻലാലും എങ്ങനെ കമ്പൈൻ സീനുകൾ അഭിനയിക്കുമെന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം മാറും. ചില സീനുകളിൽ നമുക്ക് തോന്നും എന്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നതെന്ന്. പക്ഷേ തൊട്ടടുത്ത സീനിൽ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സീൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോൾ പൂർണ്ണമായും ഈ കഥാപാത്രത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സീനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ തിയേറ്ററിൽ പോയി കുറച്ചു നേരം ചിരിച്ചാസ്വദിക്കാനും കുറച്ചധികം ആത്മബന്ധങ്ങളുടെ ഇമോഷൻസ് ക്യാരി ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ടിക്കറ്റ് എടുക്കാവുന്നൊരു സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം. മറ്റൊരു ഒരു ഹാട്രിക് ഹിറ്റാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ സിനിമയിലെ പ്രധാന നെഗറ്റീവായി തോന്നിയത് ഇന്റർവെൽ കഴിഞ്ഞുള്ള ചില സീനുകൾ അനാവശ്യമായി വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് തോന്നി. ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു മോഹൻലാലും മാളവിക മേനോനും തമ്മിലുള്ളത്. അതവിടെ പ്ലേസ് ചെയ്യേണ്ടതില്ലെന്ന് പാട്ട് കണ്ടപ്പോൾ തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സിനിമ ഉടനീളം നമ്മളെ ആസ്വദിപ്പിച്ചു, ചിരിപ്പിച്ചു. കഴിഞ്ഞപ്പോൾ ഇത്ര വേഗം തീരല്ലേ എന്ന് വരെ ചിന്തിച്ചു പോയി. 2.5 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നിട്ട് പോലും. അതിനാൽ തന്നെ എല്ലാവർക്കും ധൈര്യപൂർവ്വം തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം.